ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവും ഹൃതിയും കൂടെ രാധമ്മയുടെ അടുത്തോട്ട് വന്നിരിക്കുക. രാധമ്മയാണെങ്കിൽ അവരെ കാത്തിങ്ങനെ നിൽക്കുക. കൂടെ പ്രിയയുണ്ട്. രാധമ്മ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു മോളെ കല്യാണമൊക്കെ? കല്യാണമൊക്കെ കഴിഞ്ഞ് രാധമ്മ. പ്രിയ ചോദിക്കുക, എങ്ങനെയുണ്ടാ പൂവാല രാജകുമാരൻ്റെ കല്യാണം? നല്ല പെണ്ണാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് രാജുവിനെ നോക്കിയാണ് പറഞ്ഞത്. രാധമ്മ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഹൃതിയുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം. എന്താ മോളെ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? എന്തെങ്കിലും വഴക്കിട്ടോ? പ്രിയയും ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ എന്തോ പിണക്കമുണ്ടല്ലോ, എന്ത് പറ്റി? എനിക്കും അമ്മയ്ക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലേ അമ്മേ? അതെ. രാധമ്മ പറയുക, പോയതുപോലെയല്ല രണ്ടുപേരും തിരിച്ചു വന്നിരിക്കുന്നു. അല്ല രാധമ്മ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇല്ലേ രാജു? ഇങ്ങനെ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഹൃതിക പറയുക. രാജുവിൻ്റെ മുഖത്തെ ആ കള്ള ലക്ഷണം രാധമ്മയും പ്രിയയും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹൃതിക പറയാം, രാധമ്മ എനിക്ക് അർജൻറ്റായിട്ടൊരു കോൾ ചെയ്യാനുണ്ട്, ഞാനൊന്ന് പോട്ടെ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഹൃതിക അകത്തോട്ട് ഓടിപ്പോവുക. ഹൃതിക എളുപ്പം ഓടിപ്പോകുന്നുണ്ട്. രാജു ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. അത് രാധമ്മ ശ്രദ്ധിച്ചിട്ട്, എന്താടാ കല്യാണ സ്ഥലത്ത് വെച്ച് വല്ല വഴക്കമുണ്ട്? എന്താമ്മേ? ഇല്ലമ്മേ. എടാ രാജു, അമ്മ ചോദിക്കുന്നതിലും കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഉടക്കുണ്ടായിട്ടുണ്ട്. രാജു വീണ്ടും ഉരുണ്ട് കളിക്കുക. അങ്ങനെയൊന്നുമല്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെയും കുഞ്ഞിനെയും വഴിയാധാരമാക്കി ഈ കല്യാണത്തിന് വർമ്മസാറും അംഗീകരിച്ചതല്ലേ? അതിൽ ഋതുവിന് വല്ലാത്തൊരു നീരസമുണ്ട്. നീ വീണ്ടും എന്തെങ്കിലും രാധമ്മയോ പ്രിയയോ കുത്തി ചോദിക്കുമെന്ന് വിചാരിച്ച് രാജു പെട്ടെന്ന് മുഖം കൊടുക്കാതെ അകത്തോട്ട് പോവാ. പ്രിയ പറയാം, അമ്മേ എന്തോ പ്രശ്നമുണ്ട്, ഇവർ തമ്മിൽ പിണക്കമുണ്ട്. പ്രിയ പത്മാവതിയെ വിളിക്കുന്നുണ്ട്. ആ ഫോൺ അടിക്കുന്ന കണ്ട് സുജാത പറയാം, ഈ മേഡം ഇത് എവിടെ പോയതാ? കുറേ നേരം കൊണ്ട് ബെല്ലടിക്കുന്നുണ്ടല്ലോ. അന്ന് പത്മാവതി വന്നാൽ ഇപ്പം ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. അമ്മ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു. എന്താ മോളെ കാര്യം? അമ്മേ, ഞാൻ വല്ലാത്തൊരു ടെൻഷനിലാണ്. അതമ്മ മനസ്സിലാക്കണം. അമ്മ സംയുക്തയും അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിലേ അമ്മ ഇടപെടുന്നുണ്ടോ? മോളെ, അതിപ്പോൾ എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലമ്മേ ഞാനിത് പറയുന്നത്. അച്ഛനും ഒരു മനുഷ്യനല്ലേ. അച്ഛൻ രാജ്യം ഭരിക്കാൻ മിടുക്കനാണെങ്കിലും പേഴ്സണലായി ഒരു പാവമാണ്. അംബിക അച്ഛനെ കൊണ്ടുപോയി കുടുക്കിൽപ്പെടുത്തും. പത്മാവതി ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാ നിൽക്കുക. അമ്മയ്ക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ? അംബിക അച്ഛനെ സംയുക്ത കൊണ്ടുള്ള കല്യാണം നടത്തുമെന്ന്. ഇത്രയും ബുദ്ധിയുള്ളവളാണെങ്കിലും നിന്റെ അച്ഛനെ നീ പഠിച്ചില്ലല്ലോ മോളെ. ഞാൻ എൻ്റെ അച്ഛനെ പഠിച്ചത് കൊണ്ടാമ്മേ ഞാൻ അമ്മയോട് ഇത് വിളിച്ച് പറയുന്നത്. നിന്റെ അച്ഛനെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. പ്രതാപേട്ടൻ്റെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമായിരുന്നുണ്ടെങ്കിൽ എന്നേ ആകാമായിരുന്നു. അമ്മയെ പഴയ പല്ലവി തന്നെയാണോ വീണ്ടും പാടുന്നത്? പൊന്നു മോളെ, അംബികയല്ല, ഇനി ഒടേ തമ്പുരാൻ വന്ന് നേരിട്ട് പറഞ്ഞാലും പ്രതാപേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. മൾട്ടി ടാലൻ്റ് പേഴ്സണാലിറ്റിയുള്ള ആളാ അച്ഛൻ. അതോർത്ത് എൻ്റെ മോള് ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം ജീവിക്കാനൊരു പിടിവെള്ളി കിട്ടിയെങ്കിലും ശ്രീലക്ഷ്മി ആകെ ടെൻഷനിലായിരിക്കും. മോൾ അവളെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞ് പത്മ ഫോൺ കട്ട് ചെയ്യുവാണ്. രാജു അങ്ങോട്ട് വന്നിട്ട് ഹൃതിയോട് ചോദിക്കും, ആരായിരുന്നു ഫോണില്ല? അതെ, എൻ്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? അത് രാജുവിനറിയില്ല. ഒരു കൃഷ്ണജ. രാജു ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. എന്തോ ഹൃതികയിലൊരു മാറ്റമുണ്ടല്ലോ. അംബികയാണെങ്കിൽ സംയുക്തയോട് ദേഷ്യപ്പെടും. നീ എന്താണ് ഈ മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന കോഴിയെപ്പോലെ? ഞാനേ വളരെയധികം ഗൗരവമുള്ള ഒന്ന് രണ്ട് കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എന്താ ചേച്ചി? ഞാൻ ഒത്തിരി ആലോചിച്ചതിന് ശേഷമാണ് നിന്നെ കാണാനായിട്ട് വന്നത്. ഇതുവരെ പറഞ്ഞതുപോലെയൊന്നും അല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ നടപ്പിലാക്കിയേ പറ്റൂ. ചേച്ചി എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഞാൻ പറയാം. പറയേണ്ട എൻ്റെ ആവശ്യമായി പോയില്ലേ? പ്രതാപനും നീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്ത് ബന്ധമാ ചേച്ചി? അതുകൊള്ളാം. രാമായണക്കഥ മുഴുവൻ വായിച്ചിട്ട് സീത രാമൻ്റെ ആരാന്ന് ചോദിച്ച പോലെ ആയല്ലോടി നിന്റെ ചോദ്യം. പ്രതാപനോട് കൂടുതൽ അടുക്കണം. നിനക്ക് അവനോട് മുടിഞ്ഞ പ്രേമമാണെന്ന് അവൻ കരുതണം. ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കതൊന്നും പറ്റില്ല. എന്താടി, നിനക്ക് പ്രേമിക്കാൻ അറിയത്തില്ലേ? വലിയ ശാലിനിവതിയൊന്നും കളിക്കല്ലേ. നീയും ആ രുദ്രനും തമ്മിൽ ചേച്ചി എന്നിങ്ങനെ അലറി വിളിക്കുവാണ് സംയുക്ത. അപ്പോൾ നിനക്ക് പേടിയുണ്ടല്ലേ? അങ്ങനെ പലതും നീ പേടിക്കണം. ഇതുവരെ നീ എന്നെ ഇട്ട് വട്ടം കളിപ്പിച്ച്. ഇനി അത് പറ്റില്ലടി. പ്രതാപനോട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കണം. നീ പ്രേമിക്കണം. ചേച്ചി അങ്ങനെയൊന്നും പറയരുത്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ് വർമ്മ സാർ. അതിനെന്താടി? ബഹുമാനിക്കുന്ന ആളെ ആരും പ്രേമിക്കത്തില്ലേ? പ്രേമിച്ചേ പറ്റൂ. അവൻ ചിലപ്പോൾ ഇനിയൊരു കല്യാണത്തിനൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ നീ അവനെ കറക്കി വീഴ്ത്തണം. അവൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലോട്ട് മാറ്റണം. എനിക്കും ദീപക്കിനുള്ള അവകാശമൊക്കെ നേടിയെടുക്കാൻ ഇങ്ങനെയൊക്കെ പറ്റൂ. സംയുക്ത എന്തൊക്കെയോ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്. അംബിക അതിനെല്ലാം ദേഷിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് പോലൊക്കെ നീ അനുസരിച്ചില്ലെങ്കിൽ നിൻ്റെയും നിൻ്റെ അപ്പൂപ്പൻ്റെയും നിൻ്റെ കൂടപ്പിറപ്പുകളുടെയൊക്കെ കാര്യത്തിലേ ഞാനങ്ങ് കണ്ണടയ്ക്കും. മാത്രമല്ല, നിങ്ങളൊക്കെ ജീവിക്കണോ വേണ്ടേന്നങ്ങ് ഞാനങ്ങ് തീരുമാനിക്കും. പറഞ്ഞത് മനസ്സിലായോടി എന്ന് പറഞ്ഞിട്ട് അംബിക അവിടെ നിന്ന് പോവുക. സംയുക്ത അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയാം, ദൈവമേ, ഇതിലും ഭേദം അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പുകൾ, രോഗിയായ അപ്പൂപ്പൻ, അവരെ ഓർത്തിങ്ങനെ സംയുക്ത കരയുവാണ്.
അതമ്മയാണെങ്കിൽ ശ്രീലക്ഷ്മിക്ക് കൊടുത്തുകൂടാനുള്ള ചോറ്റുപാത്രത്തിൽ ചോറും പയറുതോരനും ചമ്മന്തിയും മുട്ട വറുത്തതും ഒക്കെ ഇങ്ങനെ വെക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രിയ ഇങ്ങനെ കൊതിച്ച് നിൽക്കുന്ന കണ്ടുകൊണ്ട് അപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം പ്രിയെ, നിന്റെ വായിക്കൂടി ഇപ്പം കപ്പലോടുന്നുണ്ട്. നിനക്ക് ചോറും ചമ്മന്തിയും മുട്ട വറുത്തതും പയറുതോരനും എല്ലാം ഞാൻ ഉച്ചയ്ക്ക് തരാം കേട്ടോ. പ്രിയ പറയാം, എനിക്ക് തോന്നി ശ്രീലക്ഷ്മി വന്നതോടുകൂടി അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം അങ്ങ് പോയെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ അമ്മേ. ശ്രീലക്ഷ്മി അങ്ങനെ ജോലിക്ക് പോകാൻ റെഡിയാവുക. ഋതിക എന്നിട്ട് പറയും, എന്തായാലും യൂണിഫോം ധരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമല്ലല്ലോ, അതുകൊണ്ട് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സും ധരിക്കാമല്ലോ. ഋതിക, എനിക്ക് ചുരിദാറാണോ സാരിയാണോ ചേരുന്നത്? ശ്രീലക്ഷ്മി, നിനക്ക് രണ്ടും ചേരും. നിനക്ക് സാധാരണ ജോലിയൊന്നും അല്ലല്ലോ, വലിയ ജോലിയല്ലേ കിട്ടിയിരിക്കുന്നത്. പ്രമോഷനൊക്കെ ആയിട്ട് ഇൻകം ടാക്സ് ഓഫീസറോ ഇൻസ്പെക്ടറോ ഒക്കെ ആകാമല്ലോ. വേണുവട്ടൻ രാജു ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കുക. ശ്രീലക്ഷ്മി ഇറങ്ങി വരുന്നോന്നൊക്കെ വേണുവട്ടന് ക്ഷമ കെട്ടിട്ട്, എടി ഇതുവരെ നിനക്ക് ഇറങ്ങാറായില്ലേ? ആദ്യമായിട്ട് ഓഫീസിലോട്ട് പോകുന്ന ഒരു 10 നിമിഷം മുമ്പേ നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ? ഈ രാധമ്മയോട് അമ്മേ, അച്ഛനവിടെ കിടന്ന് കയറ് പൊട്ടിക്കാൻ തുടങ്ങി. ആഹാ, കയറ് പൊട്ടിക്കാൻ നിന്റെ അച്ഛനാരാ, കാളയോ? ഈ മോളെ വേഗം ഒന്ന് ഇറങ്ങാൻ നോക്കടി, ദേ വരുന്നച്ചാ എന്നും പറഞ്ഞ് ഋതികയും ശ്രീലക്ഷ്മിയും കൂടെ പുറത്തോട്ട് വരിക. ലക്ഷ്മി ഒരുങ്ങി വന്നത് കണ്ടിട്ട് പ്രിയ പറയാം, ഒരു കണ്ണടയും കൂടെ വെച്ചായിരുന്നെങ്കിലോ? അത് കേട്ടിട്ട് വേണുവട്ടൻ പറ, അതിനെന്താ, അവൾക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ലച്ചാ, കണ്ണാടിയൊക്കെ വെച്ചാലേ ഒരു സ്കൂൾ ടീച്ചറെ പോലെ തോന്നും. അങ്ങനെ ശ്രീലക്ഷ്മി സന്തോഷത്തോടെ രാധമ്മയുടെയും വേണുവേട്ടൻ്റെയും കാലിൽ വീണ് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. പെട്ടെന്ന് രാധമ്മ, ഇടാ മോനെ രാജു, മോളെ ആ ബസ് സ്റ്റോപ്പ് വരെ നിൻ്റെ ബൈക്കിലൊന്ന് കൊണ്ടുവന്നാക്ക്. ആ നാശം പിടിച്ച രുക്മിണി ആ വഴിയിലെങ്ങാണ് നിൽക്കും. അത് കേട്ടിട്ട് ഋതിയ പറയാം, അതിനെന്താ, കാണണം രാധമ്മേ, അവർ മാത്രമല്ല അവരുടെ ആ മകനും കാണണം. പൊട്ടി താഴ്ത്താൻ നോക്കിയാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവരെന്ന് കാണട്ടെ. നീ തലയുയർത്തി ബസ് സ്റ്റോപ്പിലൊക്കെ നടന്നു പോയാൽ മതി. പെട്ടെന്ന് രാജു, അയ്യോ ശ്രീ പോകല്ലേ, ഇതാ ഞാൻ തരാൻ മറന്നുപോയതാ എന്നും പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് ശ്രീലക്ഷ്മിയുടെ കൈ കൊടുത്തിട്ട്, ബസ് ഫെയറൊക്കെ വേണ്ടതല്ലേ, ഇത് കുറച്ച് ചില്ലറയൊക്കെ ഉണ്ട് കേട്ടോ. ശ്രീ അതൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ പോവുകയാണ്. ശ്രീലക്ഷ്മി പോകുന്നത് നോക്കി എല്ലാവരും അതുപോലെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. സംയുക്ത ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അവിടെ അനുജത്തിക്കുട്ടി ഇങ്ങനെ അവളെ തന്നെ നോക്കുന്നുണ്ട്. സംയുക്തയുടെ മനസ്സിൽ അംബിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ഭയത്തോടെ ചിന്തിക്കുവാണ്. പാവം, എൻ്റെ ചേച്ചിക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടല്ലോ. ചേച്ചിക്ക് എന്താ ഒരു സങ്കടം? പെട്ടെന്ന് കണ്ണ് നിറഞ്ഞിരിക്കുന്ന സംയുക്ത, സങ്കടമോ? എനിക്കോ? ആര് പറഞ്ഞു? ചേച്ചി പിന്നെ കരഞ്ഞത് ഞാൻ കണ്ടല്ലോ. അത് മോളെ, ഞാൻ നമ്മുടെ അച്ഛനെയും അമ്മയെക്കുറിച്ച് ഓർത്തതാ. ഒന്നുമല്ല ചേച്ചി, നുണയാ പറയുന്നത്. ചേച്ചിക്ക് എന്തോ ഒരു വലിയ സങ്കടമുണ്ട്. അത് എന്നോട് പറ ചേച്ചി. മോള് കൊച്ചുകുട്ടിയാ, മോളിപ്പോൾ പഠിക്കാൻ നോക്കിയാൽ മതി. ഇതൊന്നും മോളിപ്പോൾ അറിയണ്ട. ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ? ചേച്ചി എന്നോട് കാര്യം പറ. ഞാൻ തേജുവിനെ പോലല്ലല്ലോ, ഞാൻ ഒത്തിരി വളർന്ന മുതിർന്ന കുട്ടിയാ ചേച്ചി. എൻ്റെ ചേച്ചി എന്നോട് പറ. ചേച്ചി എന്നോട് പറഞ്ഞാലേ ചേച്ചിക്ക് അല്പം സമാധാനമെങ്കിലും കിട്ടുമല്ലോ. ആ അംബിക ആൻറ്റി ഇവിടെ എന്തിനാ ചേച്ചി വന്നത്? അവരല്ലേ ചേച്ചിയുടെ വിഷമത്തിൻ്റെ കാരണം? കരഞ്ഞുകൊണ്ട് സംയുക്ത പറയും. അപ്പോൾ മോക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി ചേച്ചി. ചേച്ചിയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ ചോദിക്കാതിരുന്നതാ. നമ്മുടെ കഷ്ടപ്പാടിലൊക്കെ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് ചേച്ചിയെ കൊണ്ട് അവരുടെ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരിപ്പോൾ ചേച്ചിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. എന്തിനാ ചേച്ചി? ഞാൻ ആ വർമ്മ സാറിനെ കല്യാണം കഴിക്കണമെന്ന്. അയ്യോ ചേച്ചി, ആ സാറിന് ഒത്തിരി പ്രായമായതല്ലേ. പോലൊരു മോളുമുണ്ട് അദ്ദേഹത്തിന്. ഞാൻ അനുസരിച്ചില്ലെങ്കിൽ നമ്മളെയെല്ലാം കൊല്ലുമെന്ന അവരുടെ ഭീഷണി. ഗതികേട് കൊണ്ട് പറ്റിപ്പോയതാ. ചേച്ചി കരയാതെ. നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയും ഇനി തിരിച്ചു വരുമോ ചേച്ചി? അതൊരിക്കലും ഇനി ഇല്ല മോളെ. അവർ മരിച്ചു പോയി കാണും. എങ്കിൽ നമുക്കും അവർ പോയ സ്ഥലത്തോട്ട് പോയാലോ ചേച്ചി? നമുക്ക് വല്ല വിഷവും മേടിച്ച് കഴിച്ച് മരിക്കാൻ ചേച്ചി. അയ്യോ മോളെ എന്ന് പറഞ്ഞ സംയുക്ത അനിയത്തെ കെട്ടിപ്പിടിച്ച് കരയുക. തനച്ചി പെരപ്പറം തൂക്കുമെന്ന് പറഞ്ഞ പോലെ നന്ദനെ ഒരു ചൂരുമെടുത്ത് റൂമൊക്കെ ഇങ്ങനെ തൂത്തോണ്ട് നോക്കുക എല്ലാവരും. ഒരു യൂസ്ലെസ്സിനെയും കാണുന്നില്ലല്ലോ. ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇവിടെയുള്ള സകല വിഡ്ഢികളെയും കറക്കിയെടുത്ത് എൻ്റെ പേഴ്സിൽ വെക്കണം. എന്നിട്ട് വേണം നന്ദനെ ആരാണെന്നും പതുക്കെ എല്ലാത്തിനെയും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. മുകളിൽ നിന്ന് ആരോ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ നന്ദനെ നോക്കിയിട്ട് പെട്ടെന്നങ്ങനെ ഭയങ്കര സ്പീഡിലൊക്കെ തൂക്കുവാണ്. അപ്പോൾ ശേഖരനെ യാമിനി ഇറങ്ങി വരിക. അവരിങ്ങനെ കാണുന്നുണ്ട് നന്ദനെ റൂമെല്ലാം തൂക്കുന്നത്. ശേഖരൻ യാമിനിയോട് ചോദിക്കുക, അല്ല ഇതൊക്കെ ആത്മാർത്ഥതയായിട്ടാണോ ചെയ്യുന്നത്? എനിക്കതിൽ യാതൊരു വിശ്വാസമില്ല ശേഖരേട്ടാ. അല്ല, അറിവില്ലാത്ത പുത്തൻ പെൺപിള്ളേർ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഇങ്ങനത്തെ കുറേ വേലകളൊക്കെ കാണിക്കും. അതൊക്കെ അമ്മായിയമ്മമാരെ കയ്യിലെടുക്കാനുള്ള വേലയാ. അമ്മായിയമ്മ അവരതിനേക്കാൾ വിളഞ്ഞ പുള്ളിയാണല്ലോ. കാണിക്കുന്നതൊന്നും സിൻസിയറായിട്ടാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല ശേഖരേട്ടാ. സംതിങ് റോങ് ആണെന്ന് ഞാൻ പറയാൻ കാരണം എവിടുന്നോ ഒരു സുപ്രഭാതത്തിൽ പെണ്ണും അവളുടെ അമ്മയും കൂടി ഇങ്ങോട്ട് കയറി വരുന്നു. അനന്തംപിള്ളയുടെ മകളും ഭാര്യയാണെന്നും ഇവർ പാവങ്ങളാണെന്നും അംബികയും മകനും പറയുക. കല്യാണം ആലോചിക്കുന്നു, കല്യാണം നടത്തുന്നു. ഇതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളില്ലേ ശേഖരേട്ടാ?
അല്ലേ ആമനി, ഇതൊന്നും ആലോചിക്കാതെ ചേട്ടൻ എന്താ ഇതിനൊക്കെ കൂട്ടുനിന്നത്? ശേഖരേട്ട, എനിക്ക് മനസ്സിലാകാത്തത് ചില കാര്യങ്ങളിലൊക്കെ പ്രതാപേട്ടൻ ഇങ്ങനെയാ. പ്രതാപൻ വരുന്നത് കണ്ടിട്ട് നന്ദന് പറയാം, ഓ അംബികയുടെ പൊന്നാങ്ങള വരുന്നുണ്ട്, മന്ത്രിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, പമ്പര വിടിയ എന്നും പറഞ്ഞ് പെട്ടെന്ന് പ്രതാപം കാണുന്ന പോലെ അവൾ റൂമിങ്ങനെ തൂത്ത് വാരുക. പിന്നാരെ പെങ്ങളുടെ മരുമോൾ എന്തോ വലിയ അപരാധം ചെയ്ത പോലെ ഓടി പ്രതാപൻ ഇങ്ങോട്ട് വന്നിട്ട്, ചേച്ചി ചേച്ചി വിടില്ലയോ? ഉച്ചത്തുള്ള പ്രതാപൻ്റെ ആ ശബ്ദം കേട്ട് രാജുവും ഹൃതിക അങ്ങോട്ട് വരുന്നുണ്ട്. ശേഖരനും യാമിനിയും താഴോട്ട് ഇറങ്ങി വരുക. ഒന്നാന്തരം അഭിനയക്കാരി അമ്പി, അയ്യോ എന്താ മോനെ പ്രതാപ, ചേച്ചി ഇത് വളരെ കഷ്ടമായിപ്പോയി കേട്ടോ. ഈ കുട്ടി പാവപ്പെട്ട വീട്ടിലാന്ന് കരുതി എന്തും അങ്ങ് ചെയ്യിപ്പിക്കാന്ന് കരുതിയോ? ചെയ്യാനുള്ള വേലക്കാരില്. അയ്യോ മോനെ പ്രതാപ, ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടല്ല മോളിതൊക്കെ ചെയ്യുന്നത്. അമ്പികയെ കടത്തിവെട്ടുന്ന അഭിനയക്കാരിയാണ് മരുമോൾ. അയ്യോ വല്യമ്മാവ, അമ്മയെ കുറ്റപ്പെടുത്തല്ലേ, അമ്മ പറഞ്ഞിട്ടല്ല ഞാൻ ഈ ജോലി ഒന്നും ചെയ്തത്. അവനവൻ്റെ വീട്ടിലെ ജോലികൾ അവനവൻ ചെയ്യുന്ന തെറ്റാണോ വല്യമ്മാവ? ഒക്കെ അവരുടെ കടമകളല്ലേ വല്യമ്മാവ? ശേഖരനെ യാമിനിക്ക് ചിരി വരുന്നുണ്ട്. ഇവളുടെ അഭിനയം തകർപ്പനാണല്ലോ എന്ന് കരുതി. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴും എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ട് തന്നെ ഞാനിതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വീടും പരിസരവും വൃത്തിയും ശുദ്ധിയും ആയിരിക്കണം. ജനാലകൾ തുറന്നിടണം, കാറ്റും വെളിച്ചവും കയറണം. എൻ്റെ മനസ്സ് പോസിറ്റീവാകും. വെളിച്ചമുള്ളിടത്ത് ദൈവം ഉണ്ടാകും. ഈ പൊട്ടനാണോ മരപ്പൊട്ടനാണോ ഇവനെ ഏത് ഗണത്തിൽ ഉൾപ്പെടുത്താമെന്നറിയില്ല. അതൊക്കെ കേട്ടിട്ട് ഹൃദയാണെന്ന് തോന്നുന്നു. നോക്കിയിട്ട് ഇതൊക്കെ ചിലരൊക്കെ കണ്ടു പഠിക്കണം. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളു. എന്തായാലും കൺഗ്രാസ് മോളെ, എല്ലാം ദീപക്കിൻ്റെ ഭാഗ്യം. അങ്ങനെ അനന്തം പിള്ളയുടെ മകൾ വിചാരിച്ചതുപോലെ പ്രതാപനെ മടക്കി ഓടിച്ചവിടെ പേഴ്സിനകത്താക്കി കഴിഞ്ഞു. മരുമകളെ പ്രതാപൻ പുകഴ്ത്തിയിട്ട് പോയത് കണ്ട് അംബിക ഭയങ്കര സന്തോഷത്തോടെ ഒരു കളിയാക്കലോടെ ഹൃതിയെയും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കുക. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. രാജുവും ഹൃതിയുടെ വാൽക്കണിയിൽ വന്നിങ്ങനെ ഇരിക്കുക. രാജു എന്തോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃതിക രാജുവിനെ തന്നെ നോക്കുക. ഹൃതിക മനസ്സിൽ പറയാം, എന്തോ ഒരു കണക്ഷൻ രാജുവിനും ആ പെണ്ണിനുണ്ട്. ഒരുപക്ഷെ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ മറക്കണമെന്ന് രാജു അവളോട് പറഞ്ഞത് എന്തിനാ? പെട്ടെന്ന് ഹൃതികയെ നോക്കുമ്പോൾ ഹൃതിക ഇങ്ങനെ രാജുവിനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ ഋതു ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ഈ രാജു അത്ര കുഴപ്പക്കാരനാണെന്നൊന്നും എനിക്കങ്ങോട്ട് തോന്നുന്നില്ല. പക്ഷെ നന്ദനിയുമായിട്ട് എന്തോ ഒരു വിഷയമുണ്ട്. അതിന് പഴയ പ്രേമം വല്ലതുമാണോ? എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? തുറന്നു പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളു. എന്താ ഞാൻ രാജുവിനെ കൊല്ലുവോ? രാജു അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ നടക്കുമ്പോൾ എന്തോ ഇതിൽ വലിയ കാര്യമുണ്ട്. രാജു മനസ്സിൽ പറയാം, ചെറിയൊരു കാര്യമായിരുന്നു. നന്ദന വന്നപ്പോൾ തന്നെ ഹൃതിയോട് ഇവളെൻ്റെ പുറകെ പണ്ട് നടന്നതെന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ പറയാൻ താമസം പോയി. ഇനി പറഞ്ഞാൽ ഋതു ചോദിച്ചാലോ എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ലെന്ന് അതേ സംശയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തായാലും അത് വേണ്ട. എന്നാൽ ദൂരെയോട്ട് മാറി നിന്ന് രാജുവും ഹൃതിയെ ഇരിക്കുന്ന കണ്ടിട്ട് അവൾ മനസ്സിൽ പറയാം, ഇവൻ എൻ്റെ കർണത്തിട്ടടിച്ച വേദന പോയെങ്കിലും എൻ്റെ മനസ്സിന് കിട്ടിയ മുറിവ് ഉണങ്ങിയിട്ടില്ല. ആ ദീപക്കനെ ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ പ്രേരണയെ അതൊരു വിധത്തിൽ ഈ പകയാ. ഇങ്ങനെ അവരുടെ അടുത്തോട്ടൊന്ന് ചെല്ലുന്നത് പെട്ടെന്ന് അവൾ 2 ഗ്ലാസ് ജ്യൂസ് എടുത്തോണ്ട് രാജുവിൻ്റെ ഹൃതിയുടെ അടുത്തോട്ട് പോവുക. ഇവരെ രണ്ടുപേരെ എനിക്ക് 2 വഴിക്കാക്കണം. ഇവരെ തല്ലി പിരിയിക്കണം. ഇതിനുള്ള പണി ഞാൻ പതുക്കെ തുടങ്ങിക്കോളാം. ഇങ്ങനെ എല്ലാം മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്നും അറിയാത്തവളെ പോലെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് രണ്ടുപേരും പരസ്പരം മിണ്ടാതിരുന്ന് ബിസിനസ് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാണോ? രാജു അവളെ നിന്ന് നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞിരിക്കുക. ഹൃതിക അത് ശ്രദ്ധിക്കുന്നു. രാജുവിന് ഇവളെ നോക്കുമ്പോൾ എന്തോ ഒരു പതർച്ചയുണ്ടല്ലോ. വിചാരിച്ച പോലെ തന്നെ എന്തോ ഒരു വലിയ കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനെ അഭിനയിക്കുവാണ്. പുറത്ത് നല്ല വെയിലല്ലേ, നിങ്ങൾ പുറത്തുനിന്ന് വന്നതല്ലേ, അതുകൊണ്ട് ജ്യൂസ് കുടിക്കുക. എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി ഹൃതിക താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് എടുക്കുക. രാജു ഒന്നും മിണ്ടാതെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നുണ്ട്. ഹൃതിക മനസ്സിൽ പറയാം, എന്തുകൊണ്ടാണ് രാജു താങ്ക്സ് ഒന്നും പറയാതെ? പെട്ടെന്ന് നന്ദന, രാജു ഇത് രാജുവിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ജ്യൂസാണ്. അവളങ്ങനെ പറഞ്ഞത് രാജുവിന് ആ ജ്യൂസ് അങ്ങോട്ട് നെറുകെ കയറി പെട്ടെന്ന് ചുമയ്ക്കുക. ഹൃതിക ഇങ്ങനെ അന്തം വിട്ട് രാജുവിനെ അവളെ നോക്കുക. അവളൊരു സന്തോഷത്തോടെ നിൽക്കുക. അവൾ ഉദ്ദേശിച്ച ആദ്യത്തെ പരിപാടി അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയെങ്കിലും ഈ മന്ദബുദ്ധിയായ ഇവനെ പൊട്ടനാണോ മന്ദബുദ്ധിയാണോ ഇവനങ്ങ് പറഞ്ഞുകൂടെ ഹൃതിയോടുള്ള സംഭവം? ഈ സംഭവം അവൻ എത്ര ദിവസം മറച്ചു വെക്കുന്നോ അതനുസരിച്ച് ഹൃതിയെ അവനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് നന്ദനെ ആഗ്രഹിക്കുന്നതും അംബിക അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നതും.
ഒരുപക്ഷെ ഋതികയുടെ ഈ സങ്കടാവസ്ഥ കണ്ട് യാമിനി കാര്യങ്ങൾ തിരക്കുമോ? അങ്ങനെ യാമിനി ഉണ്ടായ കാര്യങ്ങളെല്ലാം ഋതികയെ പറഞ്ഞ് മനസ്സിലാക്കൂ. അങ്ങനെ ആ തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ മാറിയേക്കാം. അതല്ലെങ്കിൽ എന്തായിരിക്കും ഋതികയുടെയും രാജുവിൻ്റെയും ഭാവിയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും പ്രതാപൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി രാജുവിൻ്റെയും ഋതികയുടെയും കാര്യത്തിലാണ് തീരുമാനം. അതെന്താകുമെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.